ഹലോ, എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഞങ്ങൾ ദുബായിൽ സെറ്റിൽഡാണ്. എൻ്റെ ഈ ഫ്രെയിമിൽ ഇടിച്ചു കയറിയ ഇവരാണ് എൻ്റെ ഫാമിലി. എൻ്റെ ഹസ്ബൻഡ്, 2 മക്കൾ. ദുബായിലെ ഭയങ്കര ചൂട്, ഓൾമോസ്റ്റ് ഒരു 50 ഡിഗ്രി ചൂടുള്ള സമയത്താണ് ഞങ്ങൾ ഈ സലാല ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ, ഹസ്ബൻഡ്, എൻ്റെ മക്കൾ, പിന്നെ അമ്മ. ഞങ്ങൾ ഈ ട്രിപ്പ് പോയത് ഒരു അടിപൊളി ഗ്രൂപ്പിൻ്റെ കൂടെയാണ്. ദുബായിൽ നിന്ന് നേരെ അബുദാബി, അവിടെ നിന്ന് വിസയർ. ഞങ്ങളൊരു ഫ്രൈഡേ പോയി, സൺഡേ നൈറ്റ്, ഓൾമോസ്റ്റ് ഒരു മൺഡേ ഏർലി മോർണിംഗ് ആണ് തിരിച്ച് ദുബായിലെത്തുന്നത്. ആദ്യം തന്നെ നമ്മൾ പോയത് കോക്കനട്ട് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഈ സ്ഥലത്തേക്കാണ്. ഇവിടെ നമ്മൾ വന്നപ്പോൾ നമ്മുടെ നാട് തന്നെയാണ് കണ്ടത്, വേറൊരു വ്യത്യാസമില്ല. കാര്യം സലാല എന്ന് പറഞ്ഞാൽ കേരളം തന്നെയാണെന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വന്ന് കാണുമ്പോഴാണ് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അവിടുത്തെ വേലികൾ വരെ നമ്മുടെ നാട് തന്നെ, മുഴുവനും തെങ്ങുകളും ഒക്കെ ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കണ്ടില്ലേ എൻ്റെ കുഞ്ഞിപ്പാറുനെ ചേട്ടനും ചേച്ചിയും ഒക്കെ കൊണ്ടുപോകുന്നത്, ഇത്ര കെയറിങ് ആണ് നോക്കൂ. കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ദച്ചുവിനാണെങ്കിലും പാറുവിനാണെങ്കിലും നല്ല കമ്പനിയൊക്കെ കിട്ടി. കുറേ മിടുക്കന്മാർ കുട്ടികളെല്ലാം കൂടെ ഉണ്ടായിരുന്നു. ഇതിന് ശേഷം നമ്മൾ പോകുന്നത് ഇങ്ങനെ ഒരു സ്ഥലത്താണ്. നമ്മുടെ നാട്ടിൽ വാഗമൺ പോയ ഒരു ഫീൽ തോന്നുന്നുണ്ടോ? ചെറിയ ചെറിയ കുന്നുകളും ഫുൾ കോടമഞ്ഞും ചെറിയ ചാറ്റൽ മഴയും ഒക്കെ ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. നമ്മൾ ഈ സലാല ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് ദച്ചുവിൻ്റെ, അതായത് എൻ്റെ മോൻ്റെ 2 മാസത്തെ വെക്കേഷൻ ടൈമിലാണ്. ഏറ്റവും കൂടുതൽ ചൂട് പിടിച്ച് നമ്മുടെ ദുബായി നിൽക്കുന്ന സമയത്ത്, ഓൾമോസ്റ്റ് ഒരു 50 ഡിഗ്രി ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആ സമയത്താണ് ഈ ചെറിയ ചാറ്റൽ മഴയും കോടമഞ്ഞും ഒക്കെ ഉള്ള സ്ഥലത്തേക്ക് നമ്മൾ വന്നിറങ്ങുന്നത്. നമ്മളൊരു യാത്ര പോകുമ്പോൾ അത് അടിപൊളിയാവണമെങ്കിൽ മെയിനായിട്ട് നമ്മുടെ കൂടെയുള്ളവരും അത്രയും അടിപൊളിയായിരിക്കണം. ഞങ്ങളൊരു പുതിയ ടീമിൻ്റെ കൂടെയാണ് പോയതല്ലോ. പക്ഷെ വർഷങ്ങൾക്കോളം പരിചയമുള്ള ആളുകളെ പോലെയായിരുന്നു എല്ലാവരും. മാക്സിമം പോയി കഴിഞ്ഞാൽ 1 മണിക്കൂർ അതിനുള്ളിൽ തന്നെ എല്ലാവരും സെറ്റായി. ഈ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുമ്പോഴാണ് മക്കൾ ചെറിയ ബബിൾസും അതുണ്ടാക്കുന്ന എന്തൊക്കെയോ സംഭവങ്ങളായിട്ട് വരുന്നത്. അപ്പം ഞാൻ അവരുടെ കൂടെ കൂടി. ഇതെൻ്റെ മോനും അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമാണ്. ഫുൾ 2 പേരും കളിയോട് കളി, ഒരേ ഏജാണ് അവർ. ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ ശരിക്കും ഇത് ഗൾഫ് കൺട്രി തന്നെയാണോ എന്ന് ഞാനൊന്നുകൂടി ആലോചിച്ചിരുന്നു. എത്ര ബ്യൂട്ടിഫുള്ളാന്ന് നോക്കൂ, ചെറിയൊരു സ്വിറ്റ്സർലൻഡ് പോലെയൊക്കെ തോന്നുന്നു. ഇത് ഞങ്ങൾ ബസ്സിൽ കുറച്ച് ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസാണ്. തണ്ടുരുളും തടിയുരുളും തടിമേൽ ഒരു ചെറുമണി കുരുമുളകുരുളും. ആ പൊരിഞ്ഞ പോരാട്ടത്തിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ദർബത്ത് പാർക്കിലേക്കാണ്. ഏറ്റവും ബ്യൂട്ടിഫുൾ, വന്നതിൽ ഏറ്റവും നല്ല സ്ഥലം എന്ന് എനിക്ക് തോന്നിയത് ഇവിടെയാണ് കേട്ടോ. ചെറിയൊരു ലേക്കാണ്. ഞങ്ങൾ ബോട്ടിങ്ങിനൊക്കെ പോയിരുന്നു. കുഞ്ഞിപ്പാറുവിനെയും കുഞ്ഞിപ്പാറുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കുട്ടൂസിനെയും ജസ്റ്റ് ഞങ്ങളൊന്ന് വെള്ളത്തിലൊക്കെ ഇറക്കി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ബോട്ടിങ്ങിന് പോയി. ഓരോ ബോട്ടിലും ഓൾമോസ്റ്റ് ഒരു 8-9 പേര് വെച്ചിട്ടാണ് നമ്മൾ ഈ ബോട്ടിങ്ങിന് പോയത്. ഈ 3 ദിവസം കൊണ്ട് നമ്മൾ മാക്സിമം സ്ഥലങ്ങൾ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തു. കുറച്ചധികം അടിപൊളി പിക്ചേഴ്സും റീൽസും ഒക്കെ ആയിട്ട്, പിന്നെ നല്ലൊരു ടീമും എല്ലാ വൈബും വെതറും എല്ലാം സൂപ്പറായിരുന്നു. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് മുക്സൈൽ ബീച്ചിലാണ്. അവിടെ ഒരു ബ്ലോ ഹോൾ ഉണ്ട്, അത് ഒരു ഗ്രില്ലൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല പ്രഷറിൽ കടലിൽ നിന്ന് വെള്ളം അതിൽ സ്പ്രേ ചെയ്തിങ്ങനെ വരും. അത് കുട്ടികളൊക്കെ നന്നായി എൻജോയ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ കുറച്ച് ഹാപ്പി മൊമെൻറ്റ്സ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരുന്നു.
അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ സലാല വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.